ഹരേ കൃഷ്ണ. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ആനന്ദരൂപ ഭഗവൻ നയതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണേ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേല ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിതാബ്ദിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാവഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാനിന്ന് നിങ്ങൾക്ക് ശ്രീകൃഷ്ണ രക്ഷാകവച മന്ത്രത്തിന്റെ കഥ പറഞ്ഞുതരാം. ശ്രീകൃഷ്ണ രക്ഷാകവചം വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചതാണ്. ബ്രഹ്മദേവൻ പിന്നീട് അത് ഭഗവാൻ പരമശിവന് ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. ഭഗവാൻ പരമശിവൻ ദുർവാസാവ മഹർഷിക്ക് ഉപദേശിച്ചു. ദുർവാസാവ മഹർഷി ഒരിക്കൽ വൃന്ദാവനത്തിലെത്തിയപ്പോൾ യശോദാമ്മയ്ക്ക് ഇത് ഉപദേശിച്ചു നൽകുകയുണ്ടായി. യശോദാമ്മ ഇത് ഗോപിമാരെയും പഠിപ്പിച്ചു. വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പൂതന ഉണ്ണികളെ കൊല്ലാനായിട്ട്, ഉണ്ണിക്കണ്ണനെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനായിട്ട് പൂതനെ കംസൻ അയച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അപ്പോ അങ്ങനെ പൂതന ഗോകുലത്തിലെത്തിയപ്പോൾ ഉണ്ണിക്കണ്ണനെ രക്ഷിക്കാൻ വേണ്ടി ഗോപിമാരെല്ലാവരും കൂടി ചേർന്ന് ഈ മന്ത്രം ചൊല്ലി എന്നാണ് വിശ്വാസം. ഈ മന്ത്രത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 18 ദിവസം ഇത് അടുപ്പിച്ച് ചൊല്ലുന്നത് അത്യുത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് കേട്ടാലും മതി കേട്ടോ. ഭഗവാന് കദളിപ്പഴവും പട്ടും വെച്ച് ഈ മന്ത്രം ചൊല്ലുന്നതോ കേൾക്കുന്നതോ വളരെ നല്ലതാണ്. നമ്മളുടെ വീട്ടില് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാനായിട്ട് ഇത് വളരെ നല്ലതെന്നാണ് വിശ്വാസം. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനും, എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനും ഒക്കെ ആയിട്ട് ഈ മന്ത്രം കേൾക്കുന്നത് വളരെ നല്ലതാണെന്നാണ് വിശ്വസിച്ച് വരുന്നത്. നമുക്കിന്ന് ഭഗവാന് പട്ടും കദളിപ്പഴവും വെച്ചിട്ട് ഈ രക്ഷാകവച മന്ത്രം കേൾക്കാം. അതിനായിട്ട് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ നിന്റെ ശിരസിനെ രക്ഷിക്കട്ടെ, വൈകുണ്ഠമൂർത്തി കഴുത്തിനെ രക്ഷിക്കട്ടെ, ശ്വേതദീപപതിയായ ഭഗവാൻ ചെവികളെ രക്ഷിക്കട്ടെ, മൂക്കുകൾ യജ്ഞരൂപം ധരിച്ച ഭഗവാൻ രക്ഷിക്കട്ടെ, നരസിംഹമൂർത്തി കണ്ണുകളെ രക്ഷിക്കട്ടെ, ദശരഥപുത്രനായ ശ്രീരാമൻ നാവിനെ രക്ഷിക്കട്ടെ, അധരങ്ങളെ നരനാരായണ ഋഷിമാർ രക്ഷിക്കട്ടെ, കവിളുകളെ സാക്ഷാൽ സനകാദികൾ രക്ഷിക്കട്ടെ, മുടികളെ ശ്വേതവരാഹമൂർത്തി രക്ഷിക്കട്ടെ, പുരികങ്ങളെ നാരദ മഹർഷി രക്ഷിക്കട്ടെ, താടിയെ കപില മഹർഷി രക്ഷിക്കട്ടെ, മാരടത്തെ ദത്താത്രേയൻ രക്ഷിക്കട്ടെ, തോളുകളെ ഋഷഭദേവൻ രക്ഷിക്കട്ടെ, കൈ തുടങ്ങുന്ന ഭാഗത്തെ മത്സ്യമൂർത്തി രക്ഷിക്കട്ടെ, 2 കൈകളെയും വീരനായ പൃഥ്മരാജാവ് രക്ഷിക്കട്ടെ, ഉദരത്തെ കൂർമ്മമൂർത്തി രക്ഷിക്കട്ടെ, നാഭി ധന്വന്തരിമൂർത്തി രക്ഷിക്കട്ടെ, മോഹിനി ഗുഹ്യഭാഗങ്ങളെ രക്ഷിക്കട്ടെ, അരക്കെട്ടിനെ വാമനമൂർത്തി രക്ഷിക്കട്ടെ, പുറംഭാഗത്തെ പരശുരാമനും തുടകൾ വ്യാസഭഗവാനും രക്ഷിക്കട്ടെ, ബലരാമൻ മുട്ടുകളെ രക്ഷിക്കട്ടെ, ബുധഭഗവാൻ കണങ്കാലിനെ രക്ഷിക്കട്ടെ, കൽക്കി ഭഗവാൻ പാദങ്ങളെയും പാദത്തിൻ്റെ അടിഭാഗത്തെയും രക്ഷിക്കട്ടെ. ഇനി നമുക്ക് ശ്രീകൃഷ്ണ കവച മന്ത്രം ശ്രവിക്കാം.
ശ്രീഗോപ്യൗചു ശ്രീകൃഷ്ണ തേ ശിരപാതു വൈകുണ്ഠ ശ്രീകൃഷ്ണ തേ ശിരപാതു വൈകുണ്ഠ കണ്ഠമേവ ഹി ശ്വേതദ്വീപപതി കർണൗ നാസികാം യജ്ഞരൂപധൃക്. ശ്രീകൃഷ്ണ തേ ശിരപാതു വൈകുണ്ഠകണ്ഠമേവ ഹി ശ്വേതദ്വീപപതി കർണൗ നാസികാം യജ്ഞരൂപധൃക്. നൃസിംഹോ നൃസിംഹോ നേത്രയുഗ്മാശ്ച ജിഹ്വാം ദശരഥാത്മജ അധരാ അവതാം തേതു നരനാരായണോ നരനാരായണ വൃഷീം കപോലൗ കപോലൗ പാതു തേ സാക്ഷാത് സനകാദ്യ കലാഹരേ ഭാലം തേ ശ്വേതവാരാഹോ നാരദോ ഭൂതലേ അവതു ചിന്മുഖാം കപിലപാതു ദത്താത്രേയ ഉരോ അവതു സ്കന്ധൗ വൃഷഭപാതു കരൗ മത്സ്യപ്രപാതു തേ ദോർദണ്ഡം സതതം രക്ഷേൻ പൃഥു പൃഥുലവിക്രമ ഉദരൗ കമഠപാതു നാഭ്യൂം ധന്വന്തരീ ത്തെ മോഹിനി മോഹിനി ഗുഹ്യദേശം ച കടിം തേ വാമനോ അവതു പൃഷ്ഠമോ പരശുരാമശ്ച തവോരു ബാദരായണ
ബലോ ബലോ ജാനുദ്വയം പാതു ജംഘേ ബുദ്ധപ്രഭാതു തേ ജംഘേ ബുദ്ധപ്രഭാതു തേ. പാദൗ പാതു സഗുൽഭൗ ച കൽക്കിർ ധർമ്മപതി പ്രഭു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.